സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ. എനിക്ക് മയിലാണ്, മയിര്. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ രേണുസുതിയാണ്. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രേണുസുതി ലൈവിൽ വന്നിട്ട് പൂരം തെറി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ പുള്ളിക്കാരത്തിയുടെ വീഡിയോ എന്ന് പറയുമ്പോൾ കുൽസിത വീഡിയോ തന്നെയാണ്. ആൽബം ഷൂട്ടിങ്ങിന് പോയാലും കുൽസിതം. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പരിപാടി തുടങ്ങിയപ്പോൾ അതിൽ കാണിച്ചു കൂട്ടുന്നതും ഈ തരത്തിലുള്ള കുൽസിതങ്ങൾ. ഇതിനൊക്കെ സൈഡ് നിൽക്കുന്ന തന്തയും തള്ളേനെയും. ആ തങ്കച്ചൻ എന്ന് പറഞ്ഞ അയാൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും വന്ന് ഇടപെടുമായിരുന്നു. വീട് പണിത് കൊടുത്തതിന് കുറ്റം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സ്ഥലം കൊടുത്തപ്പം കുറ്റം പറഞ്ഞും ഒക്കെ വന്ന് പറയുന്നതാണ്. മകളെ പക്ഷേ നേരാവണ്ണം നിലയ്ക്ക് നിർത്താൻ ശേഷിയില്ലാത്ത അപ്പനാണ്. അതുകൊണ്ട് തന്നെ മകളുടെ അഴിഞ്ഞാട്ട വീഡിയോകൾ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുട കാണിക്കുന്നു, മാറിടം കാണിക്കുന്നു, പൂക്കൾ കാണിക്കുന്നു. ഇപ്പം നാവിട്ട് ചുരുട്ടി മടക്കിയൊക്കെ കാണിച്ച് ഉള്ള കോപ്രായങ്ങളാണ് ഇപ്പം കാണിച്ചു കൂട്ടുന്നത്. അതൊരു വൻ വിഷയമായി മാറുകയും പിന്നീട് അത് ന്യായീകരണമായിട്ട് വരികയും ചെയ്തു. ഇപ്പോൾ അത് ന്യായീകരിച്ച് മെഴുകി ഇപ്പോൾ എനിക്ക് മയിരാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് മയിരാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ലേഡി വന്നിട്ട് ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ഓഡിയോ സന്ദേശം അയച്ചു കൊടുത്തായിരുന്നു. പള്ളി കമ്മിറ്റിയിൽ നിന്നും പിരിച്ചുവിടാൻ പോവുകയാണ്. ഇവരുടെ ഈ ഇങ്ങനത്തെ ഇവർക്ക് ആ ഇടവകക്കാർക്ക് മൊത്തത്തിൽ നാണക്കേട് വരുത്തി വെച്ചിരിക്കുകയാണ്. വിധവയെന്നും പറഞ്ഞുകൊണ്ട് തുണി അഴിച്ചു മാറ്റി നടന്ന് പണം ഉണ്ടാക്കുന്ന, അങ്ങനെ കാണിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും നാണം കെടുത്തുന്ന രീതിയിലുള്ള ഓഡിയോ സന്ദേശം വരെയും പുറത്തേക്ക് വന്നതാണ്. എന്നിട്ടും ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു താക്കീതും ആ തന്തയും തള്ളയും കൊടുക്കുന്നുമില്ല. അവർ ഇങ്ങനെ മകള് വ്യഭിചരിച്ച് നടന്ന് പണമുണ്ടാക്കി അത് തിന്നും കുടിച്ചും നടക്കുന്ന തന്തയും തള്ളയും തന്നെയാണ്. ഇനി ആ കുട്ടി വളർന്നു വരുമ്പോഴെങ്കിലും ചിലപ്പോൾ നാണക്കേട് ഓർത്ത് ഇതിനൊരു ചിലപ്പം അറുതി വരുമായിരിക്കും. നേരത്തെയൊക്കെ ഡ്രസ്സിന് ഇറക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ഇറക്കമുള്ള ടോപ്പ് ധരിച്ചാലും ആ ടോപ്പ് പുക്കിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചുരുട്ടി കൂട്ടി കൊണ്ടുവന്ന് മേളിൽ കൊണ്ടുവന്ന് മാറിടത്തിൻ്റെ അവിടെയായിട്ട് കൊണ്ടുവന്നൊരു കെട്ടും കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നീട് ഇടുന്ന ഡ്രസ്സുകൾക്കെല്ലാം ഇറക്കക്കുറവാണ്. അതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള നിക്കറുകളുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീനെ നിക്കർ വിധവ എന്ന് വിളിക്കുന്നത്. ഇട്ടിരിക്കുന്ന നിക്കർ ആ കൊച്ചു വല്ലം അങ്കൻവാടി വല്ലോ 1ാം ക്ലാസ് പഠിക്കുവാന്ന് തോന്നുന്നു. അത് വല്ലം പോയപ്പോൾ ഊരിയിട്ടിട്ട് എടുത്തിരിക്കുന്ന ആ കൊച്ചിൻ്റെ ഊരിയിട്ട നിക്കർ എടുത്ത് ഇട്ടതാണോ എന്ന് തോന്നും. അത്രയും ഇറക്കം കുറഞ്ഞ ഷോർട്ടായിട്ടുള്ള ഒരു നിക്കർ വിട്ട് തൊടയും കാണിച്ച് വന്നിരിക്കുകയാണ്. ഇതിനൊക്കെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു അപരാധം കൂടെ തുടങ്ങിയ പിന്നെ ഇത് കാണിക്കാം എന്നുള്ള ഇതാണ്. കുറേ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയും ചെയ്തു. ഇപ്പം അതിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് വീണ്ടും എന്ത് രീതിയിലും കാണിച്ചു കൂട്ടി വൈറലാക്കാം എന്നുള്ളതാണ്. തൊട കാണിക്കുന്നു, മാറിടം കാണിക്കുന്നു എന്ന് വേണ്ട പുള്ളിക്കാരത്തിയുടെ കലാപരിപാടികൾ പണത്തിന് വേണ്ടിയിട്ട് അത്രയധികം കാട്ടിക്കൂട്ടുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇത് പറയുമ്പോൾ എല്ലാം സൂചിച്ചേട്ടന് വേണ്ടിയിട്ട് പറയുന്നില്ല. കാരണം ഇത്രയും നാളും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് സൂചിച്ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു. ബിഗ് ബോസിൽ വന്നത്, അതുപോലെ തന്നെ പുള്ളിക്കാരത്തി പാട്ട് പാടുന്നത്, ഡാൻസ് കളിക്കുന്നത്, എന്തഴിഞ്ഞാട്ടം കാണിച്ചാലും എല്ലാം സൂചിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സൂചിച്ചേട്ടൻ മരണപ്പെട്ട ഡേറ്റ് പോലും ഓർമ്മയില്ലെന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ്. ഇവരുടെ എന്ത് ആളുകൾ ഇവരെക്കുറിച്ച് വിമർശനങ്ങൾ ചെയ്താലും ഇവർക്ക് യാതൊരു വിഷയവുമല്ല. വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ച് എന്തായിരുന്നു കാണിച്ച്. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവിൽ, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവിൽ. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു, എന്താ പറയുക, എന്തോ കടിക്കട്ടെ. ഓരോ ദിവസവും ലൈവ് വന്നിട്ട് കാണിക്കുന്ന പരിപാടികൾ അങ്ങേയറ്റം മോശമായ പ്രവൃത്തികൾ മാത്രമാണ് കാണിക്കുന്നത്. അതിന് എന്തെങ്കിലും ആളുകൾ വീഡിയോ ചെയ്താലും പുള്ളിക്കാരത്തേക്ക് ഓരോ ന്യായീകരണമുണ്ട്.
ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് നല്ല നെഗറ്റീവുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള സപ്പോർട്ടുകളെല്ലാം ഏറെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ രംഗത്തേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നതോടുകൂടി ഭയങ്കര വെല്ലുവിളിയായിട്ട് മത്സരം നടക്കുകയാണ്. ഹൻസികയും അന്നാരാജനും ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പം കൂടുതലും ആരാണ് ശരീരം പ്രദർശിപ്പിക്കുന്നത് എന്നൊരു മൈൻഡാണ്. അപ്പം പുള്ളിക്കാരത്തിയുടെ ആ ഒരു ശരീര പ്രദർശനം ഏറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും നീ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസത്തെ വീഡിയോ വരുമ്പോഴും കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്.